നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? മോളെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. ഇനി പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. ആദ്യേ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ പോലും ഞാൻ ഇത്രയും നിസ്സഹായമായിട്ടില്ല രഘുവേട്ടാ. ഇന്നാണ് ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയതിന്റെ വേദന എന്താന്ന് മനസ്സിലാക്കുന്നത്. നീ വിളിച്ചപ്പോ എനിക്ക് കോൾ എടുക്കാൻ കഴിഞ്ഞില്ല അമ്മി. അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി. ഞാൻ രഘുവേട്ടനെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. കുറ്റം എന്റേതാ. ഞാൻ മോളെയും കൊണ്ട് ഹോം സ്റ്റേന്ന് ഇറങ്ങുമ്പോ വെപ്രാളത്തിനിടയില് ഫോൺ എടുക്കാൻ വിട്ടുപോയി. അതാ പിന്നെ എല്ലാം കുഴപ്പമായത്. രഘുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദാസങ്ങളുടെ എങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. ഇതിപ്പോ തങ്കച്ചിമേടത്തെങ്കിലും വിവരം അറിയിക്കാൻ പറ്റിയത് കൂടെ വന്ന ആളുടെ സഹായത്തോടെയാ. എല്ലാം ഞാൻ അറിഞ്ഞു അമ്മി. നീ അനുഭവിച്ച ടെൻഷൻ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. പിന്നെ നിന്റെ ഫോണടക്കം എല്ലാം അതിനകത്തുണ്ട്. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതൊക്കെ രഘുവേട്ടൻ ഹോം സ്റ്റേയിൽ പോയി എടുത്താണോ? അല്ല, ദാസങ്ങൾ അവിടെ ചെന്നപ്പോ തങ്കച്ചി ഏൽപ്പിച്ചതാ. സത്യത്തില് അങ്കിൾ ഇതിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ ഓടിയത്. ഞാൻ ആ സമയത്തെല്ലാം ഇവിടെയായിരുന്നു. ഇവിടെയോ? ആ, ഇവിടെ. ഈ ഹോസ്പിറ്റലില് ചീരു ഡെലിവറി കഴിഞ്ഞ് കിടപ്പുണ്ട്. അമ്പിളിയുടെ അനിയത്തിയെ. ദൈവമേ, പേടിക്കണ്ട. ഇപ്പൊ അതൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് എന്താ കാര്യമൊന്നും ആരും ചോദിക്കില്ലല്ലോ. പക്ഷേ ആ വിനയന്റെ കണ്ണിൽ പെടാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വിനയനോ? ആ, അവൻ തന്നെ. നമുക്കിട്ടല്ലേ വില്ലൻ. ചീരു അവന്റെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് വിനയൻ ഫുൾ ടൈം ഇവിടെ തന്നെ കാണും. ചിരിക്കാൻ തോന്നുന്നു. നല്ല കുഞ്ഞുവാവ. എന്താടാ മോൻ ആരുടെ മുഖച്ചായ ശബരേട്ടാ? ചീര ചേച്ചിയോ വിനയേട്ടന്റെയോ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലതേ. കുഞ്ഞു കുറച്ചുകൂടെ വളരണം. അതെ, ജനിച്ചു വീണ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ മുഖാണെന്നാ പറയുക. എന്തായാലും വിനയേട്ടന്റെ ആഗ്രഹം പോലെ ഒരാൺകുഞ്ഞ് തന്നെ ജനിച്ചല്ലോ. അത് വലിയൊരു ഭാഗ്യായി. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ദൈവം നമുക്കത് തന്നിരിക്കണ്ടേ. കഴിഞ്ഞ തവണ ചീരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചതുകൊണ്ടാ ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ജനിച്ചത്. ഭാഗ്യത്തിന് ഇത്തവണ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അല്ലടാ മോനെ, അല്ലേ? പക്ഷെ ആദ്യത്തെ പോലെ ഇരട്ടകളെ തന്നില്ല. അല്ലെങ്കിലും നല്ലതൊന്നും ദൈവം വാരിക്കൊരു തരില്ലല്ലോ. ആദ്യത്തേത് ഒരു പെൺകുഞ്ഞും ഇപ്പോഴത്തേത് 2 ആൺകുഞ്ഞുങ്ങളും ആയിരുന്നെങ്കിൽ പൊളിച്ചേരെ. പെൺകുട്ടികൾക്ക് എന്താ വിനയ ഒരു ദോഷം? നിന്റെ സംസാരം കേട്ട നിന്റെ 2 പെൺമക്കളെയും നീ ഇതുവരെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് തോന്നുമല്ലോ.
എന്റെ മക്കൾക്ക് ആരുടെ അംഗീകാരമൊന്നും വേണ്ട ശബരി. അവരെ പ്രസവിച്ച ഞാനാ. എന്റെ അംഗീകാരം അവർക്ക് എന്നും ഉണ്ടാവും. അല്ലെങ്കിലേ എന്റെ മക്കൾ ഇതുവരെ അമ്മയെന്ന് വിളിക്കാനേ പഠിച്ചിട്ടുള്ളൂ. അച്ഛാന്ന് വിളിക്കാൻ അവരുടെ നാവ് വഴങ്ങിയിട്ടില്ല ഇതുവരെ. ഇനി വഴങ്ങുമെന്നും തോന്നുന്നില്ല. മോളെ മതി. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോ ഇങ്ങനെ ശക്തി എടുത്ത് സംസാരിക്കാനൊന്നും പാടില്ല. അതിന്റെ വേദന നീ തന്നെ സഹിക്കണം. മനസ്സ് പൊള്ളുന്ന വേദനയൊക്കെ വലുതൊന്നല്ല ഭാനുമേ, കത്തി കൊണ്ടതിന്റെ വേദന. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ ചിരു. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ മക്കള് തന്നെയല്ലേ ചിരു. നമ്മുടെ മക്കള്. വെറുതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ പറയിപ്പിക്കണ്ട. ഇതെന്താ ചീര ചേച്ചി? വിനേട്ടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ഡെലിവറി അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും വിനേട്ടൻ ഓടി നടക്കാന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി കാണുമെന്ന്. നീ ഒന്നും മിണ്ടാതിരിക്കതേ. ചേച്ചിയുടെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാ ഒന്ന് കാണാൻ വരുന്നത്. എന്നിട്ട് എല്ലാം അടുത്ത് നിന്ന് കണ്ട പോലെ അങ്ങ് വിചാരിക്കല്ലേ. വിനയ, ഒരമ്മയുടെ മുമ്പിൽ വെച്ചും അവരുടെ സ്വന്തം മക്കളെ തരം തിരിച്ച് പറയാൻ നിൽക്കരുത്. അതവർക്ക് സഹിക്കില്ല. ശബരി, സത്യമായിട്ടും ഞാൻ മനസ്സിൽ വെച്ചൊന്നും പറഞ്ഞതല്ല. എന്റെ കൂടി മക്കളല്ലേ അവര്. അയ്യോ അയ്യോ, എന്റെ മോൻ കരഞ്ഞു തുടങ്ങിയല്ലോ. വിശക്കുന്നുണ്ടോ നിനക്ക്? വിശക്കുന്നുണ്ടോ ബാവേ? മോനെ അച്ഛനെടുക്കട്ടെ? ഭാനുമേ, മോനെ എടുത്തിട്ട് വാ. വിശന്നിട്ടാവും. ഞാൻ അവന് പാലോട്. ശരി മോളെ, ഞാനെടുക്കാം. അങ്ങോട്ട് മാറി നിൽക്കൂ. ഞാൻ മോനെ അതിന്റെ അമ്മ പാല് കൊടുക്കട്ടെ. നിങ്ങൾ ആണുങ്ങളൊക്കെ ഒന്ന് പുറത്തു പോയി. വിനയ, ശബരിയോ? വാട ചക്കരേ. ദേ ഈ വാതിൽ നടത്തേ കേട്ടോ. മോനെ മോൾ പതുക്കെ ഇങ്ങ് തിരിഞ്ഞു. മോൾ പതുക്കെ. ഈ ലോകത്ത് ശബരിയെ പോലെ നല്ല പേര് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. അതില്ലാത്തവന് എന്ത് നല്ല കാര്യം ചെയ്താലും പണ്ടെങ്ങോ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ ബന്ധുക്കൾ പോലും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് വലിയ മാന്യന്മാരാണോ? അതുമല്ല. എന്റെ ശബരി, അടുത്തറിയുമ്പോഴല്ലേ ഓരോരുത്തരുടെ തനിനിറം മനസ്സിലാവുന്നത്. ആ, എന്നെ പഴിക്കുന്നവരൊക്കെ തുറന്നു കാട്ടാനുള്ളൊരു ദിവസം എനിക്ക് വരും. അന്ന് വിനയനെല്ലാം പൊളിച്ചടുക്കുകയും ചെയ്യും. വിനയൻ എന്താ പറയുന്നതെന്നോ ആരെക്കുറിച്ചാ പറയുന്നതെന്നോ എനിക്കൊരു പിടിയില്ല. വിനയൻ ചീരുവിനോട് കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരില് നിനക്ക് എന്നെ പൊളിച്ചെടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പിന്നേക്ക് വെക്കണ്ട. ഇപ്പൊ തന്നെ ആയിക്കോ. ഏയ്,